ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ചിലവുമില്ലാത്ത ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന സമ്പാദ്യത്തെക്കുറിച്ചും ഒന്ന് നോക്കാം. തല മുതൽ കാല് വരെയുള്ള പ്രധാന പല അവയവങ്ങളെയും ബാധിക്കുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കുമുള്ള ഒരു പ്രതിരോധ മരുന്ന് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതാണ് നമ്മുടെ ചിരി. എന്തേ ചിരി വന്നോ? ചിരിച്ചോ, ആരോഗ്യത്തിന് നല്ലതാ. എങ്ങനെയാണെന്നോ പറയാം. ആദ്യം തലയിൽ നിന്നും തുടങ്ങാം. നന്നായി ഒന്ന് ചിരിച്ചാൽ നമ്മുടെ തലച്ചോറിൽ ഹാപ്പി ഹോർമോണുകളായ എൻഡോർഫിൻ, സെറോട്ടോണിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോണുകൾ സ്ട്രെസ്സിനെ തടയുന്നു. ഇപ്പോൾ ഏറ്റവും അധികം നാം കേൾക്കുന്ന ഒരു വാക്കല്ലേ സ്ട്രെസ് എന്നുള്ളത്? കൊച്ചു കുട്ടികൾക്ക് വരെ സ്ട്രെസ്സാണ്. നമ്മുടെ 75% രോഗങ്ങളുടെയും അടിസ്ഥാന കാരണമാണ് സ്ട്രെസ് എന്ന വില്ലൻ. അവനെതിരെ ഇത്രയും ഫലപ്രദമായ മരുന്ന് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മുഖം വീർപ്പിച്ചും ടെൻഷൻ അടിച്ചും പുതിയ പേരുകളിലുള്ള രോഗങ്ങളെ നമ്മുടെ ശരീരത്തിൽ അതിഥികളാക്കണോ? മനഃപൂർവ്വം വിട്ടുകളയൂ. എന്നിട്ട് നന്നായി ഒന്ന് ചിരിക്കൂ. നേട്ടം നമുക്ക് തന്നെയാണ്. സ്ട്രെസ്സ് കുറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എനർജിയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നു. വീട്ടിലും ഓഫീസിലുമെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടും ചുറുചുറുക്കോടും കൂടി ഇരിക്കാൻ സാധിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകാൻ ഇതിൽ പരം എന്ത് വേണം? എനർജി കൂടുതലുള്ള എംപ്ലോയി ആകുമ്പോൾ ജോലി സ്ഥലത്ത് പ്രൊഡക്റ്റീവ് ആവാനും സാധിക്കുന്നു. അപ്പോൾ എങ്ങനാ? പ്രൊമോഷൻ, ഇൻക്രിമെന്റ് ഒക്കെ ഉറപ്പായില്ലേ? വീണ്ടും ചിരിക്കാം അല്ലേ? ചിരി ഹൃദയത്തെയും സഹായിക്കുന്നു. ചിരിക്കുമ്പോൾ ഹൃദയം റിലാക്സ് ആവുന്നു. അത് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയാൻ സഹായിക്കുന്നു. ബ്ലഡ് പ്രഷർ കുറയുന്നതിനാൽ ഹാർട്ടിനുണ്ടാവാനിടയുള്ള ഒരുപാട് രോഗങ്ങളെ ചിരി തടയുന്നു. ചിരി നമ്മുടെ മുഖത്തെ മസിലുകൾക്ക് റിലാക്സേഷൻ നൽകുന്നതിനാൽ മുഖത്തേക്കുള്ള രക്തയോട്ടം കൂടുകയും മുഖം നന്നായി തിളങ്ങുകയും ചെയ്യും. അങ്ങനെ നാം കൂടുതൽ സുന്ദരീസുന്ദരന്മാരായി തീരുന്നു. അപ്പോഴുള്ള വളരെ വലിയ ഗുണം എന്തായിരിക്കും? നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. എന്താ, ശരിയല്ലേ? മനോഹരമായ ഹൃദയത്തിൽ നിന്നും സുന്ദരമായി ചിരിക്കുന്നവർ പൊതുവെ ആകർഷകത്വമുള്ളവരായിരിക്കും. അതിനാൽ തന്നെ കുടുംബ ബന്ധങ്ങൾ ബെറ്റർ ആവാൻ ഇടയാകുന്നു. ഏത് സാഹചര്യത്തിലും കുടുംബത്തിൽ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നവരാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന ചിന്ത പോലും ഒരാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഉറക്കെ ചിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന് കൂടുതൽ ഓക്സിജൻ എടുക്കാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. ശ്വസനത്തിന് സഹായിക്കുന്ന ലങ്സിന്റെ മസിൽ സ്ട്രെങ്ത് കൂടുന്നതിന് ഇടയാക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിൽ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. ശരീരത്തിലെ ടോക്സിൻസ് അഥവാ മാലിന്യങ്ങൾ പുറന്തള്ളാൻ ഇത് സഹായകമാകുന്നു. ഈ ഡീടോക്സിഫയിങ് ഇഫക്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഇമ്മ്യൂൺ സെൽസിന്റെ എണ്ണം വർദ്ധിക്കുന്നു. സ്വാഭാവികമായും രോഗങ്ങൾ കുറയുന്നു. നമ്മുടെ എനർജി വർദ്ധിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ചിരി ഒരു വേദന സംഹാരി കൂടിയാണ് എന്നും പറയാം. വയറ് കുറയ്ക്കാൻ ഒരു പരിധി വരെ ചിരി സഹായിക്കുമെന്നും പറയപ്പെടുന്നു. നാം നന്നായി ഒന്ന് ചിരിക്കുമ്പോൾ വയറിന്റെ മസിലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ചിരിച്ച് വയറ് വേദനിക്കുന്നുവെന്ന്. വയറിന്റെ മസിലിന് കിട്ടുന്ന ഈ വ്യായാമം വയർ കുറയാൻ സഹായകരമാണ്. ഇങ്ങനെ ചിരിക്കുമ്പോൾ 10 മുതൽ 14 കലോറി വരെ നമ്മുടെ ശരീരത്തിൽ ബേൺ ആവുന്നുണ്ടത്രേ. മൊത്തത്തിൽ ആയുസ് വർദ്ധിക്കും എന്നർത്ഥം. അതുമാത്രമോ, എപ്പോഴും പ്രസന്നതയോടെ ചിരിച്ച് എല്ലാവരോടും ഇടപഴകുന്നവരെ ആളുകൾ മറക്കുമോ? ഇങ്ങനെയുള്ളവരുടെ വീട്ടിലും കടയിലും ഒക്കെ വീണ്ടും പോകാൻ ആളുകൾ ഇഷ്ടപ്പെടും. വല്ലാതെ സ്ട്രെസ് നിറഞ്ഞ ഈ ലോകത്ത് ചിരിച്ച് ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നവരുടെ അടുത്ത് വരുന്നവരും എനർജി നിറഞ്ഞേ മടങ്ങൂ. വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്നവർ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ചിന്തയിൽ നിന്നും ഒരു 5 മിനിറ്റ് മാറി നിൽക്കുക. എന്തെങ്കിലും ഒരു കോമഡി പറയുക, കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കുക, അതുമല്ലെങ്കിൽ ഒരു റൂമിൽ തനിയെ നിന്ന് സ്വന്തമായി ഒരു പാട്ടുണ്ടാക്കി പാടി ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. ഒന്ന് തനിയെ ഡാൻസ് കളിക്കാൻ ശ്രമിക്കുക. ഇവയൊക്കെ ചെയ്യുമ്പോൾ ചിരി തനിയെ വന്നുകൊള്ളും. നന്നായി സ്ട്രെസ് കുറയുകയും ചെയ്യും. എത്ര ടെൻഷൻ ആണെങ്കിലും ഒരു കണ്ണാടിയുടെ മുൻപിലോ അല്ലെങ്കിൽ തനിയെയോ നിന്ന് നമുക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഉദാഹരണത്തിന്, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് മാത്രം കേൾക്കാവുന്നതുപോലെ ചിരിച്ചുകൊണ്ട് പറയുക, ഓ സാരമില്ല, ഇത്തവണ ഒരു അബദ്ധം പറ്റി, എന്തോ നല്ല കാര്യത്തിനാണ്, ഇതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നാം മനസ്സിന് എന്താണോ നിർദ്ദേശം കൊടുക്കുന്നത്, വായിലൂടെ എന്താണോ പറയുന്നത്, ആ നിർദ്ദേശങ്ങളെ തലച്ചോറിനറിയൂ. നാം ചിരിച്ച് സന്തോഷമായിരുന്നാൽ തലച്ചോർ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ഹോർമോണായ എൻഡോർഫിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ റിലാക്സ് ആവുന്നു, സ്ട്രെസ്സും റിലീഫ് ആവുന്നു. ചിരിയെപ്പറ്റി ചില മഹത് വചനങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. 1. നിങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട ദിവസം നിങ്ങൾക്ക് ചിരിക്കാൻ സാധിച്ചാൽ നിങ്ങളെ ഈ ലോകത്തിൽ ആർക്കും തകർക്കാനാവില്ല. 2. നിങ്ങൾ ഒരു ചിരിയിൽ ദിവസം തുടങ്ങിയാൽ മുഴുവൻ ദിവസവും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. 3. എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ ചിരിച്ച മുഖത്തിന് സാധിക്കും. 4. ഒരു ചിരിയേക്കാൾ മനോഹരമായി ലോകത്ത് മറ്റൊന്നില്ല. 5. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. കാരണം നമ്മുടെ മുഖത്തെ ചിരി ഒരുപാട് പേരുടെ ചിരിയുടെ താക്കോലാകാം. 6.
ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനത്തെ മാറ്റാൻ നിങ്ങളുടെ ചിരിച്ച മുഖത്തിന് കഴിഞ്ഞേക്കാം. 7. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ അതിനെ നോക്കി ചിരിച്ചാൽ അത് നിങ്ങളെയും നോക്കി ചിരിക്കും. 8. എല്ലാവർക്കും ചിരിക്കാൻ, സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ ചുറ്റുമുണ്ട്. നമ്മൾ തന്നെ അത് കണ്ടെത്തണം. 9. നിങ്ങളുടെ ചിരി ലോകത്തെ മാറ്റുന്നതാകണം, അല്ലാതെ ലോകം നിങ്ങളുടെ ചിരി മാറ്റുവാൻ സമ്മതിക്കരുത്. 10. ജീവിതം കരയാൻ 100 കാരണങ്ങൾ തരുമ്പോൾ 1000 കാരണങ്ങൾ ചിരിക്കാൻ നാം കണ്ടെത്തണം. 11. ചിരിക്കുന്ന ഒരു മുഖത്തെ എത്ര ദൂരെ നിന്നും തിരിച്ചറിയാൻ കഴിയും. അപ്പോഴെങ്ങനെ? ഒന്ന് ശ്രമിച്ചാൽ നമുക്കും സമ്പന്നരാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യണേ. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്